ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്താണെന്നറിയാമോ? അത് ദൈവവിശ്വാസമാണ്. അതെ, ശരിയായ അർത്ഥത്തിൽ ദൈവം എന്ത് എന്നറിയാതെ കൊണ്ടു നടക്കുന്ന വിശ്വാസമാണ് അന്ധമായ ദൈവവിശ്വാസം. ഇതിനെയൊക്കെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി കിട്ടാത്തത് കാരണം ഒരുപാട് ആൾക്കാർ വലഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എത്രയോ കാലങ്ങളായിട്ട്, ജന്മജന്മാന്തരങ്ങളായിട്ട്. ഈ ഒരു കാലഘട്ടത്തിൽ പോലും, ഈ ഒരു കാലഘട്ടം ഏതാണ്? സ്പീഡ് യുഗമാണ്, ഫാസ്റ്റ് യുഗമാണ്, എന്ന് പറഞ്ഞാൽ സ്മാർട്ട് യുഗമാണ്. എല്ലാം സ്മാർട്ടായി നമുക്ക് ചുറ്റും. സ്മാർട്ട് ഫോണായി, സ്മാർട്ട് സിറ്റിയായി, സ്മാർട്ട് ടി വി ആയി, എല്ലാം സ്മാർട്ടായി. പക്ഷേ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ള നമ്മുടെ അറിവുകൾ സ്മാർട്ടായിട്ടില്ല, അല്ല സ്മാർട്ടാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതേ അർത്ഥത്തിൽ എടുത്തിട്ടില്ല. പണ്ട് കാലം മുതൽ, മനുഷ്യനുണ്ടായ കാലം മുതൽ ഒരു ശക്തിയിൽ വിശ്വസിച്ചിരുന്നു. അവൻ അന്നൊരു രൂപത്തിലൊന്നും അല്ല വിശ്വസിച്ചിരുന്നത്, പിന്നെയോ ആരാധിച്ചിരുന്നു. ഭയം വന്നപ്പോൾ ഇടിമിന്നലുകളും അല്ലെങ്കിൽ പ്രകൃതിയുടെ വിക്ഷോഭങ്ങളും അങ്ങനെ ഒരുപാട് സംഗതികൾ ഉണ്ടാകുമ്പോൾ ഇത് ഏതോ ശക്തിയുടെ ഛിദ്ര പ്രവർത്തനങ്ങളാണ്, കുൽസിത പ്രവൃത്തികളാണ് എന്നൊക്കെ അവൻ ചിന്തിച്ചു. അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ഈ ശക്തിയെ. കാറ്റും കൊടുങ്കാറ്റുകളും ഇടിമിന്നലും ഒക്കെ വന്നപ്പോൾ അവൻ ഭയന്നു. ആ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരെയൊക്കെ പ്രാർത്ഥിച്ചു? ഇപ്പം കാടുകളിൽ കഴിയുന്ന ആ ജനവിഭാഗം വനദേവതയെ ഒരു ദേവതാ സങ്കല്പം കൊടുത്തുകൊണ്ട് ആരാധിക്കാൻ തുടങ്ങി, മുറുകെ പിടിക്കാൻ തുടങ്ങിയ ഒരു വിശ്വാസം. കടൽ തീരത്തുള്ളവരാണെങ്കിൽ കടലമ്മയെ ദൈവമായിട്ട് കണ്ടു. അങ്ങനെ ഓരോ വിഭാഗത്തിലുള്ളവരും ഓരോ പ്രദേശത്തുള്ളവരും അതാത് പ്രദേശത്തുള്ള ഒരു അദൃശ്യമായ ശക്തിയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന്. കർഷകരൊക്കെ ആണെങ്കിൽ മഴയെ അല്ലെ ഇടിമിന്നലുകളെയൊക്കെ അങ്ങനെ വിശ്വസിച്ചു പോകുന്നു. അപ്പോൾ അവൻ പ്രപഞ്ചത്തിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി, അല്ലെ അവൻ്റെ ആവശ്യങ്ങൾ, സങ്കടങ്ങൾ പറയാൻ തുടങ്ങി. അതിലൂടെ അല്പസ്വല്പമൊക്കെ ആശ്വാസം കിട്ടി തുടങ്ങി. അങ്ങനെ ആശ്വാസം കിട്ടിയപ്പം നേരിയ തോതിൽ മനസ്സിലായി ഇതെന്തോ ഒരു ശക്തിയുടെ കളി ഇതിന് പിന്നിലുണ്ട്. അങ്ങനെ കാലങ്ങൾ കടന്നു. അവന് കുറച്ചുകൂടെ മനസ്സിലാകത്തക്ക രീതിയിൽ മനുഷ്യന്റെ രൂപത്തിൽ ഈ ശക്തിയെ അവൻ അവതരിപ്പിച്ചു. ഓരോ വിഭാഗത്തിലും അല്ലെ ഓരോ കൺസെപ്റ്റിലും ഏത് രീതിയിലാണോ നിങ്ങൾ തന്നിലോട് തന്നെ ശക്തമായി പറയുന്നത് അത് ആശ്വാസം പകരുകയും ഫലപ്രാപ്തിയിലെത്തുകയും ചെയ്തപ്പോൾ ഈ ദേവന്റെ ഈ ദേവതയുടെ ശക്തിയാണ് എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ദൈവങ്ങൾക്ക് പല പല പേരുകൾ വിട്ടു, ആ ട്രിഗർ ഫാക്ടർ അനുസരിച്ച്, ഒരു ഉത്തേജനം അനുസരിച്ച്. അതുകൊണ്ടാണ് 33 ദൈവങ്ങൾ എന്ന് പറയാൻ കാരണം. മനുഷ്യർ ആരാധിക്കുന്ന 33 ദൈവങ്ങൾ. അങ്ങനൊരു സംഖ്യയുണ്ടോ? അങ്ങനൊരു സംഖ്യയില്ല. കാരണം എണ്ണമറ്റ രീതിയിൽ, അളവറ്റ രീതിയിൽ ദൈവങ്ങളെ എങ്ങനെ വേണേ ആരാധിക്കാം എന്നുള്ള സയൻസാണ് അതിൻ്റെ പിന്നിൽ. ഓരോ ദേവതാ സങ്കല്പത്തിനും പിന്നിൽ അതിന്റെ പശ്ചാത്തലത്തെ പറ്റി ഓർക്കുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഒരു ഉത്തേജനമല്ലേ, കൂടുതൽ ശക്തിയാർജിച്ച ചിന്തയല്ലേ വരിക. ആ ചിന്തോർജമാണ് സത്യത്തിൽ നമ്മളിലേക്ക് ആശ്വാസം തരുന്നതോ ഫലപ്രാപ്തിയിലെത്തിക്കുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റ് വേണം, ഒരു വസ്തു വേണം. അപ്പൊ ഒരു വസ്തുവിൽ അധിഷ്ഠിതമായി ഇപ്പൊ ഇതിൽ നോക്കി പ്രാർത്ഥിച്ചാലും ഈ റിമോട്ടിൽ നോക്കി പ്രാർത്ഥിച്ചാലും ഫലം കിട്ടും. അപ്പൊ അതിന്റെ മീഡിയം എന്നുള്ള നിലയ്ക്ക് ഒരു വസ്തുവിനെ വെച്ചുകൊണ്ട് അങ്ങോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് തൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ, സന്തോഷത്തിനായിക്കോട്ടെ അഭിവൃദ്ധിക്കായിക്കോട്ടെ, അങ്ങനെ ആവർത്തിച്ചുള്ള അവൻ്റെ ചിന്ത ഫോക്കസ് ആകാൻ ഒരു ഒബ്ജക്റ്റ് അവൻ മീഡിയമായി വെച്ചുകൊണ്ട് ആരാധനാ സമ്പ്രദായങ്ങൾ വന്നു. അതിൽ തന്നെ പ്രത്യേകിച്ച് മനുഷ്യരൂപത്തിലൊക്കെ സങ്കല്പിച്ചുകൊണ്ടാകുമ്പോഴും. അതുകൊണ്ടാണ് ചില മതങ്ങളൊന്നും രൂപത്തിലല്ല ആരാധിക്കുന്നത്, കൺസെപ്റ്റിലാണ്. എന്നാൽ രൂപത്തിൽ ആരാധിച്ചാലോ സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ, ശ്രദ്ധിക്കാൻ അത് എളുപ്പമായതുകൊണ്ട് നമുക്കിഷ്ടമുള്ള ഒരു രൂപ ഉപാസനയിലൂടെ തൻ്റെ ഊർജത്തെ, തൻ്റെ തന്നെ ഉള്ളിലുള്ള ഊർജത്തെ ഉയർത്താനും തൻ്റെ തന്നെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ കളയാനും ഒരു സംവിധാനം ഏർപ്പെടുത്തി ഈ സംവിധാനത്തെ ഡയറക്റ്റ് ഒരു ശക്തിയായിട്ട് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട്, എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് സമാധാനം തരും, നമ്മളെ ഐശ്വര്യത്തിലെത്തിക്കും, നമ്മുടെ ദുഃഖം മാറ്റും, ഈ ഒരു ഒബ്ജക്റ്റ് എന്നുള്ള വിശ്വാസമാണ് അന്ധവിശ്വാസം. അങ്ങനെ വ്യത്യസ്ത മതങ്ങളിൽ കാലാകാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് ചില സംവിധാനങ്ങൾ ഡിസൈൻ ചെയ്തു വെച്ചു. ഈ ദേവാലയങ്ങളെല്ലാം നിർമ്മിച്ചതാരാണ്? ഒരു സാധാരണ ആൾക്കാർ കാണുന്ന ആ ഒരു ദേവനല്ല, ഒരു ദേവനുമല്ല. എൻ്റെ ആലയം, എൻ്റെ വീട് ഇങ്ങനെ ഇരിക്കണം എന്ന് പറയാം. മനുഷ്യൻ നിർമ്മിച്ചതാണ്, മനുഷ്യന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ട്. അതിനകത്തുള്ള രൂപങ്ങൾ അല്ല ദൈവങ്ങളെ സൃഷ്ടിച്ചു വരാം മനുഷ്യൻ തന്നെയാണ്. അപ്പൊ ഇത് ശരിയായ രീതിയിൽ അറിയാത്തത് കൊണ്ട്, അന്ധമായ രീതിയിൽ അറിവില്ലാത്തവരെ
ഏതെങ്കിലും ഒരു ഫോക്കസിലോട്ട് നയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവദാനങ്ങളൊക്കെ പാടിപ്പുകഴ്ത്തി അല്ല അത്ഭുത സിദ്ധികളെയൊക്കെ സംബന്ധിച്ച് മനുഷ്യൻ തന്നെ കാലാകാലങ്ങളെ സൃഷ്ടിച്ച ചില കെട്ടുകഥകളിലൂടെയൊക്കെ ഒരു വലിയ വിഭാഗത്തെ സ്ലോട്ടുകളായി നയിച്ചു പോരുന്ന ഒരു പ്രക്രിയയാണ് അന്ധവിശ്വാസം. അതിൻ്റെയൊക്കെ പുറകെ ഈ ഒരു നേരത്തെ പറഞ്ഞ സ്മാർട്ട് യുഗത്തിലും എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലാണ് ഒരുപാട് ആൾക്കാർ അതിൻ്റെ പിന്നാലെ പായുന്നത്. അന്ധവിശ്വാസങ്ങളുടെ പൂജകളും വഴിപാടുകളും അല്ലെങ്കിൽ പല അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ പോയി വീണ്ടും തളർന്ന് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും കുടുംബപരമായിട്ടും തകർന്നു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു ശക്തി അവരെ സംരക്ഷിക്കുമായിരുന്നെങ്കിൽ അവർ ആ പാതയിലൂടെ സംരക്ഷണം കിട്ടില്ലായിരുന്നു. ഏതാനും ചില ആൾക്കാർക്ക് അവരുടെ വിശ്വാസം കറക്റ്റ് ഡയറക്ഷനിൽ ഈ ഉപാധികളിലൂടെ പായിക്കാൻ ഏത് വിദഗ്ധൻ സാധിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഫലമുണ്ടായിട്ടുണ്ട്. അതിനെ മിസ്ലീഡ് ചെയ്യപ്പെടുകയാണ് അന്ധവിശ്വാസത്തിൽ പെട്ടിട്ടുള്ളവർ മിസ്ലീഡിങ് ആയി പോകുന്നു.